വൈഷ്ണവാചാര്യനായ ശ്രീ രാമാനുജൻ്റെ ശിഷ്യന്മാരിൽ അഗ്രഗണ്യനായിരുന്നു അനന്താഴ്വാർ. തൻ്റെ ഗുരുവിനോട് ഗാഢമായ ഭക്തിയും അനുസരണാശീലവും ഉണ്ടായിരുന്നു അനന്താഴ്വാർക്ക്. തിരുപ്പതിയിലെ വെങ്കിടാചലപതിയുടെ ഭക്തനായിരുന്നു അദ്ദേഹം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തിരുപ്പതിയിലെ വെങ്കടേശ്വര ക്ഷേത്രം നിബിഡ വനത്താൽ ചുറ്റപ്പെട്ടിരുന്നു. ക്ഷേത്രത്തിലേക്കുള്ള പടവുകൾ പോലും പാഴ്ചെടികൾ കൊണ്ട് മൂടപ്പെട്ടു. ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളെല്ലാം ഭഗവാന് പൂജയ്ക്കൊക്കെയുള്ള പുഷ്പങ്ങൾ കൊണ്ടുവരാണ്ടായി. എന്നാൽ ഈ കാര്യം രാമാനുജന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ ശിഷ്യന്മാരുടെ ഒരു യോഗം വിളിക്കുകയാണ്. ക്ഷേത്രത്തിലെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞു. ഭഗവാന്റെ ആരാധനാ കാര്യങ്ങൾക്ക് ആവശ്യമായ പുഷ്പങ്ങൾ സജ്ജമാക്കാൻ സാധിക്കുമോ എന്ന് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു. പുഷ്പങ്ങൾ ലഭിക്കുവാൻ ക്ഷേത്ര പരിസരത്ത് ഒരു ഉദ്യാനം നിർമ്മിക്കുവാനും അതിൽ നിന്നും ലഭിക്കുന്ന പുഷ്പങ്ങൾ ഭഗവാന് പൂജാകർമ്മങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കഠിനാധ്വാനം ആവശ്യമായ ഉദ്യമം ഏറ്റെടുക്കാൻ തൻ്റെ ശിഷ്യരിൽ പലരും മടിച്ചു. ഉദ്യാനം നിർമ്മിക്കുവാൻ ആരണ്യത്തിൻ്റെ ഒരു ഭാഗം വെട്ടിത്തെളിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അനന്താഴ്വാർ തൻ്റെ ഗുരുവിൻ്റെ വാക്ക് വളരെ സന്തോഷത്തോടെ അനുസരിച്ചു. ഉദ്യാനത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ ഗുരു തൻ്റെ ശിഷ്യനായ അനന്താഴ്വാർക്ക് നൽകി. ഇതിൻ്റെ കൂടെ ഒരു വ്യവസ്ഥയും വെച്ചു. അനന്താഴ്വാരും പത്നിയും സ്വയം ഈ ഉദ്യമം ഏറ്റെടുക്കണം. മറ്റാരുടെ സഹായവും സ്വീകരിക്കാൻ പാടില്ല. അനന്താഴ്വാർ ഇത് സന്തോഷത്തോടെ അനുസരിച്ചു. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അനന്താഴ്വാർ അവിടെയുള്ള കളകളെല്ലാം വൃത്തിയാക്കി വനത്തിൻ്റെ ഒരു ഭാഗം ഉദ്യാനത്തിന് വേണ്ടി സജ്ജമാക്കി. മാത്രമല്ല, ഒരു ക്ഷേത്രക്കുളം നിർമ്മിക്കണമെന്നും അദ്ദേഹം തീരുമാനിക്കുകയാണ്. ക്ഷേത്രക്കുളം നിർമ്മിക്കുമ്പോൾ ലഭിക്കുന്ന മണ്ണ് ഉദ്യാനത്തിന് വേണ്ടി വൃത്തിയാക്കിയ സ്ഥലത്തേക്ക് നിക്ഷേപിക്കാമെന്നും തീരുമാനിച്ചു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം പുഷ്പങ്ങളെല്ലാം കൊണ്ട് ഉദ്യാനം മനോഹരമായിട്ട് തീരുകയാണ്. എന്നാൽ ക്ഷേത്രക്കുളത്തിൻ്റെ നിർമ്മിതിയിൽ വേണ്ടത്ര പുരോഗമനമൊന്നും ഉണ്ടായില്ല. കഠിനാധ്വാനം വളരെ ആവശ്യമായ ജോലി ആയതുകൊണ്ട് തന്നെ ഗർഭിണിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ ക്ഷീണിതയായി. എങ്കിലും തൻ്റെ ഗുരുവിൻ്റെ വാക്ക് തെറ്റിക്കാൻ അനന്താഴ്വാർ തയ്യാറായില്ല. അവർ രണ്ടുപേരും തന്നെ ആ ഒരു ഉദ്യമം തുടരുകയാണ്. ജോലിഭാരത്താൽ തളർന്നുപോയ തൻ്റെ ഭക്തയെ സഹായിക്കാൻ സാക്ഷാൽ വെങ്കടേശ്വരൻ തന്നെ 12 വയസ്സായ ഒരു ബാലൻ്റെ വേഷത്തിൽ അനന്താഴ്വാരുടെ പത്നിയുടെ സമീപം എത്തി. ക്ഷേത്രക്കുളത്തിന് കുഴിച്ച സ്ഥലത്തു നിന്നും ഉദ്യാനത്തിൻ്റെ സമീപത്തേക്ക് പാത്രത്തിൽ മണ്ണ് നിറച്ചു കൊണ്ടുപോകുകയായിരുന്ന ആ അമ്മയോട്, അമ്മ എന്തിനാണ് ഈ ഗർഭാവസ്ഥയിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആ പാത്രം ഇങ്ങ് തരൂ, ഞാനത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടാമെന്ന് പറഞ്ഞു. ഈ സഹായഹസ്തം തൻ്റെ ഭർത്താവിന് ഒട്ടും തന്നെ ഹിതകരമായിരിക്കില്ല എന്ന് ആ സാധ്വിക്ക് അറിയായിരുന്നു. എന്നാലും തൻ്റെ ക്ഷീണം കൊണ്ട് അവർ ആ സഹായം സ്വീകരിക്കുകയാണ്. തൻ്റെ ഭാര്യ പാത്രത്തിലെ മണ്ണുമായി പോകുന്നതും പതിവിലും പെട്ടെന്ന് തിരിച്ചെത്തുന്നതും അനന്താഴ്വാരുടെ കണ്ണിൽപ്പെട്ടു. അദ്ദേഹം ഭാര്യയെ പിന്തുടർന്ന് പോയി. തൻ്റെ പത്നിയെ സഹായിക്കുന്ന ആ ബാലനെ കണ്ട് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ആരുടെയും സഹായം സ്വീകരിക്കരുതെന്നല്ലേ ഗുരുനാഥൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് അദ്ദേഹം ദേഷ്യപ്പെടുകയാണ്. ആ ബാലനോടും അവിടെ നിന്ന് പോകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്നും സഹായിക്കും എന്ന മട്ടിൽ നിന്ന് ആ ബാലന്റെ പിന്നാലെ അദ്ദേഹം ഒരു ഇരുമ്പ് വടിയുമായിട്ട് ഓടുകയാണ്. ഉടനെ ആ ബാലൻ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. ഒരു പ്രത്യേക ഘട്ടത്തിൽ വടി വീശിയപ്പോൾ അത് ആ കുട്ടിയുടെ താടിയിൽ തട്ടി. ഒരുപാട് രക്തം ഒഴുകാൻ തുടങ്ങി. ഉടൻ തന്നെ ആ കുട്ടി അപ്രത്യക്ഷമായി. വൈകുന്നേരം ക്ഷേത്രം തുറന്ന അനന്താഴ്വാർ ഭഗവാന്റെ താടിയിൽ നിന്നും രക്തം പ്രവഹിക്കുന്നത് കണ്ട് ആ ബാലന്റെ രൂപത്തിൽ തൻ്റെ ഭഗവാൻ തന്നെയാണ് തൻ്റെ പത്നിയുടെ സമീപം എത്തിയതെന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് പശ്ചാത്താപത്താൽ നിറയാണ്. ഉടൻ തന്നെ അദ്ദേഹം പച്ചക്കർപ്പൂരം ഭഗവാന്റെ താടിയിൽ പുരട്ടി രക്തപ്രവാഹം തടയാൻ ശ്രമിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഭഗവാന്റെ താടിയിൽ പച്ചക്കർപ്പൂരം പുരട്ടുന്ന ചടങ്ങ് തുടരുന്നു. ഏതു കല്ലിനെയും ദ്രവിപ്പിക്കാൻ
കർപ്പൂരത്തിന് കഴിയുമെന്ന് ശാസ്ത്രം പറയുന്നു. എന്നാൽ വെങ്കിടേശ്വരൻ്റെ വിഗ്രഹത്തിന് പച്ചക്കർപ്പൂരം ഒരു നാശവും വരുത്തുന്നില്ല. അന്ന് അനന്താഴ്വാർ നിർമ്മിച്ച അതേ ഉദ്യാനത്തിൽ നിന്നുമാണത്രേ ഇപ്പോഴും ഭഗവാന് പൂജാപുഷ്പങ്ങൾ എടുക്കുന്നത്. ഭഗവാന്റെ നേരെ അനന്താഴ്വാർ വീശിയ വടി ഇന്നും വെങ്കിടാചലപതിയുടെ സമക്ഷമിരിക്കുന്നു. അതുതന്നെയാണത്രേ ആ ഭക്തന് ഭഗവാൻ നൽകിയ ഏറ്റവും വലിയ സ്മാരകം. ഒരു ഉത്തമ ഭക്തൻ്റെയും ആ ഭക്തൻ്റെ സമർപ്പണ ബോധത്തിൻ്റെയും ആ ഭക്തന് വേണ്ടി ഇറങ്ങി വന്ന ഒരു ഭഗവാന്റെയും സംഭവ കഥയാണിത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.